ആപ്കി അദാലത്തിൽ ബാഗേശ്വർ ധാമിന്റെ പ്രമുഖനായ പണ്ഡിറ്റ് ധീരേന്ദ്ര ശാസ്ത്രിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. താങ്കൾ കാർഡ് എടുക്കുന്ന സമയത്ത്, മറ്റുള്ളവരുടെ ഭാവി പറയുന്ന സമയത്ത് മുൻപിൻ എല്ലാ കാര്യങ്ങളും പറയുന്നു. ജനങ്ങൾ താങ്കളെ ഒരു അത്ഭുതമായും ദൈവത്തിന്റെ അവതാരമായും കാണുന്നു. ഞാൻ ഒരിക്കൽ പോലും ഞാൻ ദൈവത്തിന്റെ അവതാരമാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും ആരോടും നിങ്ങളെന്നെ പൂജിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ആപ്കി അദാലത്തിൽ വെച്ചൊരു കാര്യം പറയാണ്, നിങ്ങൾക്ക് കേട്ട ആശ്ചര്യം തോന്നിയേക്കാം. എന്റെ അനുയായികൾ, എന്നെ വിശ്വസിക്കുന്നവർ എന്നെ പൂജിക്കുകയാണെങ്കിൽ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ ഹനുമാൻജിയെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്, അല്ലാതെ എന്നെ ആ സ്ഥാനത്ത് കാണാൻ പറയാനല്ല. രണ്ടാമതൊരു കാര്യം, ഞാൻ ഭാവിയെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. ഭാവിയെപ്പറ്റി ബ്രഹ്മാവിനല്ലാതെ വേറെ ആർക്കും പറയാൻ സാധിക്കില്ല. ഒരു നല്ല ഭാവി എങ്ങനെ സൃഷ്ടിക്കാമെന്ന് എനിക്ക് പറയാൻ സാധിക്കും. എന്റെ ഗുരുവിൽ നിന്ന് എനിക്ക് ഇൻറ്റ്യൂഷൻസ് കിട്ടുന്നു, സിഗ്നൽസ് കിട്ടുന്നു, അത് ഞാൻ പറയുന്നു. അതുപോലെ ഈ ഗ്രഹനില, നക്ഷത്രം, ആസ്ട്രോളജി, ജ്യോതിശാസ്ത്രം, ഗ്രഹനില, ഇതൊക്കെ പറയും. ഇന്ന് നാസയുണ്ട്, ഇസ്രോയുണ്ട്, ഇന്നൊരു വികസിച്ച ആസ്ട്രോണമിയും ഉണ്ട്. പക്ഷെ അതിന്റെയൊക്കെ മുന്നേ ഗ്രഹനക്ഷത്രങ്ങളെപ്പറ്റി നമ്മുടെ പരമ്പരാഗത ജ്യോതിഷികളാണ് പറഞ്ഞത്. അവർ ഒരു ദിവസം ഗ്രഹണം നടക്കുമെന്ന് പറഞ്ഞ അന്ന് ഗ്രഹണം ഉറപ്പായിട്ടുണ്ടാവും. ഇത്ര നേരം നീണ്ടു നിൽക്കുമെന്ന് പറയും, അത്ര നേരം മാത്രമേ നീണ്ടു നിൽക്കൂ. ശാസ്ത്രമൊക്കെ ഈ അടുത്തല്ലേ വന്നത്. എന്റെ ഗുരു എനിക്ക് ഇതൊക്കെയാണ് പഠിപ്പിച്ചു തന്നത്. എന്റെ ഗുരു എന്നോട് പറഞ്ഞത്, ആരെങ്കിലും എന്തെങ്കിലും ആവശ്യവുമായി എന്റെ അടുത്ത് വരികയാണെങ്കിൽ അവർക്കൊരു നല്ല പാത കാണിക്കണമെന്നാണ്. എനിക്ക് ഉചിതമെന്ന് തോന്നുന്നത് ഞാൻ അവർക്ക് എഴുതി കൊടുക്കും. ഞാൻ ഭാവി പ്രവചിക്കുമെന്നല്ല ചെയ്യുന്നത്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഇതിനെപ്പറ്റി ഒരു തെറ്റിദ്ധാരണ പടർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ പ്രസംഗിക്കുമ്പോഴും കഥ പറയുമ്പോഴും ജനങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ താങ്കൾ പറയൂ, എനിക്കറിയാം നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രസാദം ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണെന്ന്. അതെനിക്കറിയാമെന്നും പറയുന്നു. അതുമാത്രമല്ല, ഏത് പെൺകുട്ടിയോടൊപ്പമാണ് താങ്കൾക്ക് അഫെയർ എന്നുള്ള കാര്യം എനിക്കറിയാമെന്നും പറയുന്നു. ഇത് കേൾക്കുന്നവരെന്താ പറയുന്നതെന്ന് വെച്ചാ, താങ്കൾ ആസിർ മുനിയുടെ കാർഡ് എടുക്കാമല്ലോ എന്ന് പറയുന്നു. ശരിയായിട്ടുള്ള ചോദ്യമാണ്, വളരെ നല്ല ചോദ്യമാണ്. ആദ്യത്തെ കാര്യം, ഇത് പാരമ്പര്യമായിട്ടുള്ളൊരു കാര്യമാണ്, ദർബാർ വിഷയം. ഇത് നമ്മളുടെ പൂർവികർ കൈമാറ്റം ചെയ്ത ഒന്നാണ്. എന്റെ മുത്തശ്ശനും ഇതാണ് ചെയ്തത്, എന്റെ അച്ഛനും ഇതാണ് ചെയ്തത്. അതായത് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവും, പോലീസുകാര് യൂണിഫോം ഇട്ടുകൊണ്ട് പോവും. അതുപോലെ തന്നെ ഞാൻ ദർബാറിൽ ഇരിക്കുമ്പോൾ എന്റെ ഗുരുവിന്റെ സ്ഥാനത്ത് ഞാൻ ഇരുന്നു കൊണ്ട് ആഹ്വാനം ചെയ്യും. എനിക്ക് ചില സിഗ്നൽസ് കിട്ടും. 24 മണിക്കൂറും ആർക്കും ഭാവി പ്രവചിക്കാൻ പറ്റില്ല. വേറൊരു ശക്തിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഇരുന്നാൽ ഭ്രാന്ത് പിടിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സിഗ്നൽ കേട്ടാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. നമ്മൾ ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ചില ഇൻറ്റ്യൂഷൻസ് കിട്ടും. അത് വെച്ചാണ് ഞാൻ സംസാരിക്കുക. അഥവാ ദർബാറിലേക്ക് ആരെങ്കിലും വന്ന് ഒരു ചീട്ട് എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ആ പ്രാർത്ഥനയിൽ എന്താണോ തോന്നുന്നത് അതാണ് ഞാൻ അവരോട് പറയുക. മടിക്കാതെ പറയും, ഒന്നും തന്നെ മറയ്ക്കാതെ പറയും. ഇപ്പൊ നിങ്ങൾ പറയും, നിങ്ങളുടെ സ്ഥാനത്തിരുന്ന് നിങ്ങൾക്ക് എന്ത് വേണേലും പറയാലോ എന്ന്. അതായത് ഞാൻ ചോദ്യം ചോദിക്കുന്നയാളെ അടിസ്ഥാനമാക്കിയാണ് ഉത്തരങ്ങൾ നൽകുക. ആരെങ്കിലും എന്റെ അടുത്ത് സംശയങ്ങളുമായി വന്നാൽ ഞാൻ അവർക്കൊരു വഴി കാണിക്കും. അതായത് ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് സത്യമായി മാറുന്നു. അതുപോലെ സംസാരിക്കുന്നവരെന്താ പറയുന്നത് വെച്ചാൽ, പെഹൽഗാമിൽ ആക്രമണം നടന്നപ്പോ ബാബ എന്തുകൊണ്ട് കാർഡ് എടുത്തില്ലെന്ന് ചോദിക്കുന്നു. ഹിന്ദുക്കളെ അവരുടെ പേര് ചോദിച്ച്, മതം ചോദിച്ചുകൊണ്ട് വെടിവെച്ച് കൊന്നു. അപ്പോ ബാബ എവിടെ പോയെന്ന് ചോദിക്കുന്നു. പ്ലെയിൻ ക്രാഷ് നടന്നു, ട്രെയിൻ കൂട്ടിയിടിച്ചു, അപ്പോഴൊക്കെ ബാബയുടെ കാർഡ് എവിടെ പോയി? ഇതുപോലെ ഒരുപാട് ഞാൻ വായിക്കാറുണ്ട്. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ വരും. ഞാൻ ഈ പ്രോഗ്രാമിലൂടെ ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ട് ചില മറുപടികൾ തരാം. 24 മണിക്കൂറിനിടയ്ക്ക് ദർബാറിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. കുറച്ച് സമയം ഞാൻ അവിടെ ഇരിക്കും, ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കും. ഭഗവാൻ കൃഷ്ണനും അറിയാമായിരുന്നു മഹാഭാരതം നടക്കുമെന്ന്. പക്ഷെ അദ്ദേഹം അത് തടഞ്ഞോ? ഇല്ല. ഞാൻ ഭാഗ്യത്തെ തടയില്ല. ഞാൻ ആ വിധിയുടെ എഴുത്തിനെ തടയില്ല. ഒരുപക്ഷെ ഞാനങ്ങനെ തടയാൻ നോക്കിയാൽ അപ്പൊ ഞാൻ ദൈവമായി മാറും. പിന്നെ ദൈവത്തിന്റെ ആവശ്യം എന്താണ്? ഞാൻ ആ എഴുത്തിനെ തടയില്ല. നിങ്ങൾ ഇന്ന് ആ പ്ലെയിനിൽ കയറരുത്, ആ പ്ലെയിൻ ഇന്ന് ക്രാഷാകും എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞാൽ, ഞാനങ്ങനെ പറഞ്ഞാൽ അവിടെ ആ വിധിയുടെ തീരുമാനം മറയ്ക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വിഷയം, മഹാഭാരതത്തിൽ അഭിമന്യുവിന്റെ ഒരു കഥയുണ്ട്. ഭഗവാൻ കൃഷ്ണൻ അറിയാമായിരുന്നു അവൻ ചക്രവ്യൂഹത്തിൽ പോയാ തിരിച്ചു വരില്ല എന്ന്. പക്ഷെ ഭഗവാൻ അത് തടഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ അതാണ് വിധി. ഭഗവാൻ രാമൻ അറിയാമായിരുന്നു ഞാൻ 14 വർഷം വനവാസത്തിന് പോയാൽ എന്റെ പിതാവ് രാജ്യത്ത് വെച്ച് മരണപ്പെടുമെന്ന്. അതറിഞ്ഞിട്ടും അദ്ദേഹം പോയി. എന്തുകൊണ്ട്? കാരണം വിധിയെ ആർക്കും മാറ്റാൻ സാധിക്കില്ല. അതുതന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. ഞാനും നിങ്ങളെപ്പോലെ ഒരാളാണ്. എനിക്ക് ഗുരുക്കന്മാരുടെ ആശീർവാദം കിട്ടിയിട്ടുണ്ട്. ആ ആശീർവാദം കൊണ്ട് ഞാൻ ആളുകൾക്ക് ഇരുട്ടിൽ വഴി കാണിക്കുന്നു, പ്രകാശം നൽകുന്നു. ആ പണിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഭാവി പ്രവചിക്കുകയല്ല, നല്ലൊരു ഭാവി സൃഷ്ടിക്കാൻ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഭാവി പ്രവചിക്കുന്നവനല്ല, നല്ല ഭാവി സൃഷ്ടിക്കാനുള്ള സഹായിയാണ്. അതെ, പിന്നെ ഗ്രഹനക്ഷത്രങ്ങളൊക്കെ വെച്ച് നോക്കി ഗുരു പരമ്പര, സന്യാസി പരമ്പര, അതൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് ഞാൻ അവരോട് തുറന്നു പറയും. ഓരോന്നിന്റെയും നില ഇതാണ്, നമുക്കത് വേറെ രീതിയിൽ മാറ്റാം എന്നൊക്കെ പറയും. വിധിയെ തടയാൻ സാധിക്കില്ല, കാരണം ഞാൻ ദൈവമല്ലല്ലോ. ഭാവിയെക്കുറിച്ച് പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് പാകിസ്ഥാൻ എവിടെയാണ് ആ ന്യൂക്ലിയർ ബോംബ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുള്ള കാര്യമെങ്കിലും പറയാമല്ലോ.
എന്താ ഇപ്പൊ പറയാ? ദൈവത്തോട് ഞാൻ അതെനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. താങ്കൾ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ന്യായം ലഭിച്ചെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇനിയും ബാക്കിയുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഞാൻ നിശബ്ദനാണ്, ശാന്തനാണ്. പക്ഷേ എന്നെ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല. ഇത് പഴയ ഇന്ത്യ അല്ല, ഇത് പുതിയ യുഗത്തിലെ ഭാരതമാണ്. 2025 ഭാരതം. മുനീറും പാകിസ്ഥാനും ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഞങ്ങളെ കയറി ചൊറിഞ്ഞ ഞങ്ങൾ വെറുതെ വിടില്ല. ഇപ്പോൾ 9 സ്ഥലങ്ങളെ പോയിട്ടുള്ളൂ, നാളെ 99 സ്ഥലങ്ങൾ കാണാതാവും. വേറൊരു കാര്യം, ഒരു കവി ഒരിക്കൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞിരുന്നു, അത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. പാകിസ്ഥാനുമായി നമ്മൾ ചർച്ചകൾ നടത്തിയാൽ, പാകിസ്ഥാനിലെ ജനങ്ങളെ നമ്മുടെ മുന്നിൽ ഇരുത്തിയാൽ, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രിയായാലും മതി, അവരോട് ഉറപ്പായിട്ടും പറയണം യുദ്ധം തുടങ്ങാമെന്ന്. പക്ഷെ ഇത്തവണത്തെ യുദ്ധം വെടിയുണ്ടകളോ മിസൈലുകളോ കൊണ്ടല്ല, നമ്മുടെ രാജ്യത്തിന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള യുദ്ധമാവണം. ഇത് ബുദ്ധന് ജന്മം കൊടുത്ത നാടാണ്. രാമനും കൃഷ്ണനും ബുദ്ധനും ജന്മം കൊടുത്ത നാടാണ് നമ്മുടേത്. നമ്മൾ യുദ്ധത്തിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പ്രകോപിപ്പിച്ച ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങൾ ഞങ്ങളെ പ്രകോപിപ്പിച്ചു, മതം ചോദിച്ച ആളുകളെ കൊന്നു, ഞങ്ങളുടെ നാട്ടിൽ കയറി ഞങ്ങളെ അടിച്ചു. ഇനിയും ഇത് തുടരുകയാണെങ്കിൽ POK ഞങ്ങൾ ഉറപ്പായും തിരിച്ചെടുക്കും. ഇപ്പൊ നടന്നത് ഓപ്പറേഷൻ സിന്ദൂറാണ്. ഇനി മെഹന്തിയൊക്കെ ബാക്കിയുണ്ട്, ഹൽദി ഇനിയും ബാക്കിയുണ്ട്. മുനീർ സാറിന് നിങ്ങൾ ഈ വീഡിയോ എന്തായാലും അയക്കണം. ഹൽദി ഇനിയും കഴിഞ്ഞിട്ടില്ല. മുനീർ സാറിന്റെ കല്യാണം ഒരുപക്ഷെ കഴിഞ്ഞതാണെങ്കിൽ കല്യാണത്തിന് ശേഷം പാകിസ്ഥാന്റെ അകത്തുള്ള ലാഹോറിൽ നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തും. കാരണം നമ്മുടെ രാജ്യത്തെ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് 2 ഹീറോസാണുള്ളത്. വയലിൽ വിതയ്ക്കുന്ന കർഷകനും അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാരനും. മാത്രമല്ല, ഐ ആം പ്രൗഡ് ഓഫ് യു. ഇതോർക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഞാൻ ഭാരതത്തിന്റെ പുത്രനാണ്. നമ്മുടെ രാജ്യത്തിന്റെ ആർമി ശമ്പളത്തിന് വേണ്ടി ചേരുന്നവരുടെ ഒരു കൂട്ടമല്ല, രാജ്യത്തെ സംരക്ഷിക്കുന്നവരുടെ ഒരു കൂട്ടമാണ്. വീണ്ടും പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ശാന്തരായിരിക്കാം. കാരണം ഞങ്ങൾ യഥാർത്ഥ ദേശഭക്തിയോടെ രാജ്യത്തെ നമസ്കരിക്കുന്നു. ഇപ്പൊ നമ്മൾ ശാന്തരാണ് എന്നുവെച്ചാ നമ്മൾ ഭീരുവാണെന്ന് അർത്ഥമില്ല. ചിലർ ഇതിനെ ഒരു കുറ്റമായിട്ട് കരുതുന്നു. ഓപ്പറേഷന്റെ പേര് എന്തുകൊണ്ട് സിന്ദൂർ എന്ന് വെച്ചു എന്ന്. സിന്ദൂർ എന്ന് കുറേ വെച്ചാൽ തീവ്രവാദികൾ മരിച്ചു, അതിനെന്തിന് മഹാദേവൻ എന്നുള്ള പേര് വെച്ചെന്ന്. ഇത് ഹിന്ദു ധർമ്മത്തിൽപ്പെട്ട പേരുകളല്ലേന്ന് ചോദിക്കുന്നു. ഈ രാജ്യത്ത് ചില കഴുതകളുണ്ട്. അവരെ ഇത്തരം കാര്യങ്ങളൊക്കെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. അത് അവരുടെ ഒരു പ്രശ്നമാണ്. ചില സമയം ബാബ ബാഗേശ്വറിനെ പറ്റി സംസാരിക്കും, ചില സമയം ഗുച്ചി കണ്ണാടിയെ പറ്റി പറയും, ആർമിയെപ്പറ്റി കുറ്റം പറയും, ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി പറയും, ഓപ്പറേഷൻ മഹാദേവിനെ പറ്റിയും പറയും. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടതിൽ യാതൊരു തെറ്റും ഇല്ലാന്ന് തന്നെ പറയാം. ഈ രാജ്യത്ത് ഗാഫോർ ഗണേശ് എന്ന് പറയുമായിരുന്നു. ചിലരത് വർഗീയതയാണെന്നൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ അത് കാഫോർ കഴുത എന്നായി. അവരിങ്ങനെ വാക്കുകൾ മാറ്റി പറയുന്നത് കൊണ്ട് വളരുന്ന കുട്ടികളും മാറ്റി പഠിക്കേണ്ടി വരുന്നു. ആരാണോ കാഫോർ കഴുതാന്ന് പഠിച്ചത് അവരാണ് ഇങ്ങനെ സംസാരിക്കുക. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിടരുതായിരുന്നെന്ന്. ഒരു കാര്യം എനിക്ക് വ്യക്തമായി മനസ്സിലായി, ഇത് ചിലരുടെയൊക്കെ അസൂയയാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ലാഹോറിലേക്ക് ഷിഫ്റ്റ് ആകുകയാണെങ്കിൽ അത്രയും നല്ലത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ? എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഹിന്ദു സ്ത്രീകളെ, ഹിന്ദു സഹോദരികളെ പല പ്രാവശ്യം ലവ് ട്രയാങ്കിളിൽ കബളിപ്പിച്ച് കല്യാണം കഴിക്കുന്നു. കല്യാണത്തിന് ശേഷം ചെറുക്കൻ മുസ്ലിം ആണെന്ന് അറിയുന്നു. അതെങ്ങനെയാണ് തടയുക? ആദ്യത്തെ കാര്യം, ഞാനിത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ പ്രേമം मोहब्बत बुरी नहीं है, पर माँ बाप से ज्यादा जरूरी नहीं है. രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാം. പ്രണയിക്കുന്നത് തെറ്റല്ല, പക്ഷേ ഈ രാജ്യത്ത് ഇപ്പോൾ ഒരുപാട് ആൾമാറാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ചില പെൺകുട്ടികൾക്ക് അതുപോലെയുള്ള ആളുകളെ പെട്ടെന്ന് ഇഷ്ടമാവുന്നു. ഈ അടുത്തായിട്ട് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. അത് വല്ലാതെ കോൺട്രവേഴ്സി ആയി. പക്ഷേ അതൊരു പവിത്രമായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ആരുടെ മതത്തിനും എതിരല്ല. ഞാൻ റസ്കാൻ ഗീത വായിക്കാറുണ്ട്. രാജ്യസ്നേഹത്തിന്റെ കാര്യം വരുമ്പോൾ അബ്ദുൽ കലാം സാറിനെയും സല്യൂട്ട് ചെയ്യും. പക്ഷേ ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, മൂത്ര ജിഹാദ്, തുപ്പുന്ന ജിഹാദ് ഇതിനൊക്കെ എതിരാണ്. അതുകൊണ്ടാണ് ചിലരൊക്കെ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി തുറന്നു പറയും. അതുകൊണ്ട് പെൺകുട്ടികളോട് ഒരു കാര്യം പറയുകയാണ്, എന്റെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം എന്റെ ഈ ശീലങ്ങളൊന്നും ഒരിക്കലും മാറില്ല. ഞാൻ ഹിന്ദുത്വ, ഹിന്ദുസ്ഥാനു വേണ്ടി ജീവിക്കും. ഞാൻ പെൺകുട്ടികളോട് പറയുകയാണ്, बेटियों तुम लक्ष्मी बन, तुम दुर्गा बन, तुम काली बन, पर हिंदू बेटियों कभी ना बुर्के बाली बन.
അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കൊരു മുസ്ലിം സഹോദരിയോടും യാതൊരു വെറുപ്പുമില്ല. എനിക്ക് ബഹുമാനമാണുള്ളത്. നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികൾ ഞങ്ങളുടെ മതത്തെ സംരക്ഷിക്കും. ഇത് വിദ്വേഷത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. ഞങ്ങൾ മുസ്ലിംസിനെ ഹിന്ദു ആക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ക്രിസ്ത്യൻസിനെ ഹിന്ദുവാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ചരിത്രത്തിൽ അതിനൊരു രേഖയുമില്ല. അതായത് വാൾമുന കാണിച്ചുകൊണ്ട് ഹിന്ദുക്കൾ ഒരിക്കലും മുസ്ലിങ്ങളെ ഹിന്ദുവാക്കി മാറ്റിയിട്ടില്ല. അതെ, പക്ഷെ നമ്മുടെ പെൺകുട്ടികൾ മാത്രം എന്തിന് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? ഇന്ന് പല കഷ്ണങ്ങളായി നമ്മുടെ വിശ്വാസത്തെ ഉടയ്ക്കുന്നു. കൊൽക്കത്തയിൽ ഒരു ഡോക്ടർ പെൺകുട്ടിയെ ക്രൂരമായി കൊന്നു. അതുപോലെ നമ്മുടെ മധ്യപ്രദേശിലുള്ള ഗുർഗാംപൂരിൽ റഫീഖ് എന്ന് പേരുള്ള ഒരു പയ്യൻ ഒരു കുട്ടിയുടെ കഴുത്തറുത്തു. അതിന്റെ കാരണം ആ കുട്ടി അവന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചു. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും മികച്ച വഴി നിങ്ങളെല്ലാം അറിയണം, എല്ലാം പരിശോധിക്കണം. അത് കഴിഞ്ഞ് അവരുടെ കുടുംബത്തെപ്പറ്റി അന്വേഷിക്കണം. ഒരാൾ പൊട്ട് തൊട്ടതുകൊണ്ടോ അല്ലെങ്കിൽ സിന്ദൂരം തൊട്ടതുകൊണ്ടോ അവർ ഹിന്ദു ആണെന്ന് പറയാൻ പറ്റില്ല. അവർ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതും ആവാം. നോക്കൂ ശാസ്ത്രി സാർ, ഇവിടെ ധാരാളം ഹിന്ദു മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ട്. അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അവർ ആത്മാർത്ഥമായിട്ട് പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കും. അതിലൊരു പ്രശ്നവുമില്ല. അതിൽ പ്രശ്നമൊന്നുമില്ല. കാണിച്ചാലേ പ്രശ്നമുള്ളൂ. അദ്ദേഹം ഇപ്പൊ ചോദിച്ച ചോദ്യം ലവ് ജിഹാദിനെ പറ്റിയാണ്. ലവ് ജിഹാദ് എന്ന് വെച്ചാൽ ഈ രാജ്യത്ത് ഇന്ന് ആസൂത്രിതമായി നടക്കുന്ന ഒരു പദ്ധതിയാണ്. മുസ്ലിങ്ങളോട് എനിക്ക് ഒരു വെറുപ്പുമില്ല, സൗഹൃദമാണുള്ളത്. ലോകം മുഴുവനും ഒരുപാട് മുസ്ലിങ്ങളോട് ഞാൻ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ മുസ്ലിം മതത്തെപ്പറ്റിയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മുസ്ലിങ്ങളുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. എനിക്ക് അങ്ങനെ എന്തെങ്കിലും വിരോധം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരാളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ കൊണ്ട് പേര് മാറ്റാൻ സാധിക്കില്ല, സനാതനത്തിൽ പേര് മാറ്റുന്നത് പ്രധാനമാണോ? അതെ, ഞാൻ ലണ്ടനിൽ വെച്ച് ആരിഫിനെ കണ്ടിരുന്നു. ലണ്ടനിലെ ഒരു പാർലമെന്റ് പ്രോഗ്രാമിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് പേര് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് പ്രശ്നം വരും, ഡോക്യുമെന്റ്സിൽ പ്രശ്നം വരും. എനിക്ക് ഹിന്ദു ആകാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ പേര് മാറ്റേണ്ട ഒരു ആവശ്യവുമില്ല. എൻജിൻ മാറിയാൽ മാത്രം മതി. ചേഞ്ചസ് പഴയതാണെങ്കിലും നോ പ്രോബ്ലം. അതെ, നമ്മൾ പേരിലല്ല പ്രവൃത്തിയിലാണ് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ തത്വചിന്തകരാണ്. ഒരുപാട് തത്വങ്ങളുള്ള വസുദൈവ കുടുംബകത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ മുസ്ലിംസിനും ഒരു വലിയ പങ്ക് തന്നെയുണ്ട്, ക്രിസ്ത്യാനികളുടെ പങ്കുമുണ്ട്. ഇംപ്രഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ താങ്കൾ മുസ്ലിങ്ങൾക്ക് എതിരായ വ്യക്തിയാണെന്നും അവരെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണെന്നുമാണ് പറയുന്നത്. അതൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമല്ല. അവർ വേണമെന്ന് വെച്ച് പ്രൊപ്പഗണ്ട ഉണ്ടാക്കുന്നതാണ്. മുസ്ലിങ്ങളിൽ ചിലർ ഇത് ചെയ്യുന്നുണ്ട്. എന്നെ അവരുടെ ശത്രുവായിട്ട് കാണുന്നു. സത്യം പറഞ്ഞ അവരുടെ നല്ലതിനു വേണ്ടി എന്റെ അത്ര ആരും ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവരുടെ നല്ലതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ നന്നായാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. ഞാൻ മുസ്ലിങ്ങളുടെ ക്ഷേമമാണ് ആഗ്രഹിക്കുന്നത്. ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം എന്ന പേരുണ്ടാവരുത്. ഞാൻ അവരുടെ ക്ഷേമം ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം വേർതിരിവുണ്ടാവരുത്. ക്ഷേത്രത്തിന്റെയും പള്ളിയുടെയും പേരിൽ തർക്കങ്ങൾ ഉണ്ടാവരുത്. ഈ രാജ്യത്തിന്റെ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹവും മര്യാദയും ഉണ്ടാവണം. മുന്നേ കഴിഞ്ഞ പോലെ തന്നെ കഴിയുക. പക്ഷെ മറ്റൊന്ന്, ഞാൻ ടെററിസത്തിന് എതിരാണ്. അതെ, ഞാൻ ലവ് ജിഹാദിന് എതിരാണ്. ലാൻഡ് ജിഹാദിനും ഞാൻ എതിരാണ്. ഞാൻ മൂത്ര ജിഹാദിനും എതിരാണ്. അത് ഹിന്ദു ആണെങ്കിലും ശരി, മുസ്ലിം ആണെങ്കിലും ശരി, ക്രിസ്ത്യൻ ആണെങ്കിലും ശരി, ആര് തന്നെയാണെങ്കിലും ഞാൻ ഗസുവായി ഹിന്ദിനും എതിരാണ്. താങ്കൾ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ ചോദ്യം എന്താണെന്നാൽ, ഇപ്പോഴുള്ള യങ് ജനറേഷൻ എപ്പോഴും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണുള്ളത്. അതായത് ഞങ്ങൾ ഏത് ദൈവത്തെയാണ് വലുതായി കരുതേണ്ടതെന്ന്. നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. അതായത് ഗണപതിയാണോ ഏറ്റവും മികച്ചവൻ, ശിവനാണോ ഏറ്റവും മികച്ചവൻ, അല്ലെങ്കിൽ ഹനുമാനാണോ വലുത്? സോ ഇങ്ങനെയുള്ള യങ് ജനറേഷന് നിങ്ങൾ എന്ത് മെസ്സേജാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? സഹോദരി, ഒരു കടയിലേക്ക് ഒരു വ്യക്തി ആഭരണങ്ങൾ വാങ്ങാനായി പോയി. അദ്ദേഹം ഗോൾഡ് റിങ്ങും വാങ്ങി, ഗോൾഡ് ബ്രേസ്ലെറ്റും വാങ്ങി, ഗോൾഡ് കൊണ്ടുള്ള താലിയും അദ്ദേഹം വാങ്ങി, അതുപോലെ ഗോൾഡ് കൊണ്ടുള്ള റിങ്ങും അദ്ദേഹം വാങ്ങി. ആ നാലും ആ കടക്കാരന്റെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതിൽ വലിയ ഗോൾഡ് ഏതാണ് എന്ന്. അതിലൊന്നും വലുതല്ല, എല്ലാം തുല്യമാണ്. ഒരു മൺപാത്രം, അത് മൺകലമാകാം, മൺചട്ടിയാകാം, അല്ലെങ്കിൽ വെറുമൊരു പാത്രം കൂടെ ആവാം. സ്വർണവും അതുപോലെ സുന്ദരമായ കമ്മലാകും, സുന്ദരമായ ബ്രേസ്ലെറ്റ് ആകും. പക്ഷെ സ്വർണം സ്വർണം തന്നെയാണ്, മണ്ണും അതുപോലെ മണ്ണ് തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ കൃഷ്ണനെ പൂജിച്ചാലും ശരി, നിങ്ങൾ രാമനെ പൂജിച്ചാലും ശരി, രാധാറാണിയെ പൂജിച്ചാലും ശരി, നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പൂജിച്ചാലും ശരി, ശിവനെ പൂജിച്ചാലും ശരി, ആൽമരത്തിന്റെ ഏത് ശിഖരത്തിൽ നമ്മൾ കയറിയാലും അവസാനം ആൽമരത്തിൽ തന്നെയാണ് നമ്മൾ എത്തുക. അതുപോലെ ഏത് ദൈവത്തെ നമ്മൾ പൂജിച്ചാലും അത് പരമാത്മാവിലാണ് എത്തുക. പക്ഷേ പറയാറില്ലേ മഹാദേവൻ എന്ന് വെച്ചാൽ ദേവന്മാർക്ക് ദേവനാണെന്ന്? അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത് അദ്ദേഹത്തെ എല്ലാവരും വീട്ടിൽ പൂജിക്കുന്നത് കൊണ്ടാണ്. ബാക്കി ദൈവങ്ങളുമായിട്ട് കമ്പയർ ചെയ്താൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ മുഴുവൻ നമ്മൾ പൂജിക്കുന്നുണ്ട്. പരമശിവൻ, മഹാദേവൻ എങ്ങനെയാണെന്ന് ചോദിക്കൂ. നമ്മൾ ശിവനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പത്നി
പാർവതി ദേവി, അവരെയും നമ്മൾ പൂജിക്കുന്നു. പാർവതി ദേവിയെ മാത്രമല്ല, അവരുടെ തന്നെ പല രൂപങ്ങളെയും നമ്മൾ പൂജിക്കുന്നുണ്ട്. അവരുടെ മക്കളെയും പൂജിക്കുന്നുണ്ട്. ഗണപതി, സുബ്രഹ്മണ്യൻ. ബാക്കി ദൈവങ്ങളുടെ മക്കളെ നമ്മൾ പൂജിക്കുന്നുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ മരുമകളെയും നമ്മൾ പൂജിക്കുന്നു, ഋദ്ധിസിദ്ധി. അവരുടെ പേരക്കുട്ടികളെയും നമ്മൾ പൂജിക്കുന്നു, സുബലാഭ്. അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ദൈവങ്ങളും ഇദ്ദേഹം മഹാദേവനും.